തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതിഷേധം. കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ മൃതദേഹം വെച്ച് പ്രതിഷേധിക്കുകയാണ്. കുന്നുമ്മൽ സ്വദേശി രജിത്തിന്റെ മൃതദേഹവുമായാണ് പ്രതിഷേധം. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലീസ് ഇതുവരെയും ഒരു ചെറുവിരൽ പോലും അവർക്കെതിരെ അനക്കുന്നില്ല. ഈ രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? അശ്വതി, ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ ഥാർ വാഹനം ഇടിച്ച് അപകടമുണ്ടാകുന്നത്. ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തെ ഥാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം സംഭവത്തിന് ശേഷം 7-ാം തീയതി ഈ ഭാര്യ, ഇപ്പോൾ മരിച്ച രജിത്തിൻ്റെ ഭാര്യ മരിച്ചിരുന്നു. രജിത്ത് ഇന്ന് മരിക്കുകയും ചെയ്തു. ഗുരുതരമായി ഇരുവർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വാഹനം ഓടിച്ച ആ വാഹനത്തിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഐഡൻറ്റിറ്റി കാർഡ് കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ ആ സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് മറ്റാരുടെയോ പേരിൽ ആണ് ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ഇന്നാണ് രഞ്ജിത്ത് മരിക്കുന്നത്. 7-ാം തീയതി രഞ്ജിത്തിൻ്റെ ഭാര്യ മരിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ മരണത്തിൽ ഉത്തരവാദികളായിട്ടുള്ള ഉന്നത ഉത്തരവാദികളാണ്. എന്നാൽ അവരെ സംരക്ഷിക്കാൻ കിളിമാനൂർ പോലീസ് സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് കിളിമാനൂർ പോലീസ് നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം. രജിത്തിൻ്റെ മൃതദേഹം കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുകൊണ്ട് ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ഉന്നതരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരാണ് വാഹനം ഓടിച്ചതും ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തത്. അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് മൂലമാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണം. അതോടൊപ്പം തന്നെ ഈ പ്രതി ചേർക്കപ്പെട്ടവരല്ല, യഥാർത്ഥ പ്രതികളായിട്ടുള്ളവരെ, ഈ വാഹനം ഓടിച്ചവരടക്കമുള്ളവരുടെ യഥാർത്ഥ പ്രതികളെ പ്രതി ചേർത്തുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അല്ലാത്ത പക്ഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇതിലൊരു തീരുമാനമുണ്ടാകണം, കാരണം താങ്കൾക്ക് നീതി ലഭിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിലൊരു തീരുമാനമുണ്ടാകണം. ഉണ്ടാകുന്നതുവരെ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം തുടരുമെന്നും ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ 3-ാം തീയതി, അതായത് ഈ മാസം 3-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടം കിളിമാനൂരിൽ ഉണ്ടാകുന്നത്. ദമ്പതികൾ സഞ്ചരിച്ച വാഹനത്തെ ഥാർ എന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ചു തെറിപ്പിച്ച ശേഷം രക്ഷപ്പെടാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി. അതിൽ ആ വാഹനത്തിൽ നിന്ന് തന്നെ ഈ വാഹനം ഓടിച്ചവരുടെ അടക്കമുള്ളവരുടെ ഐഡൻറ്റിറ്റി കാർഡ്, അത് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. ആ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഐഡൻറ്റിറ്റി കാർഡ് അടക്കം കണ്ടെത്തിയിരുന്നു എന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ കണ്ടെത്തിയിട്ടും നടപടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അവരെ മാറ്റിക്കൊണ്ട് മറ്റ് ചിലരെയാണ് പ്രതികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഉദ്യോഗസ്ഥരെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളിൽ ഈ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യുന്നവരെ പ്രതിഷേധം തുടരുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശരി പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. കിളിമാനൂരിലാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഈ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹന അപകടത്തിലാണ് പ്രതിഷേധം. 2 കുഞ്ഞുങ്ങളാണ് ഇവർക്കുള്ളത്. എന്തായാലും കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് മൃതദേഹം വെച്ച പ്രതിഷേധിക്കുന്നത്. കുന്നുമ്മൽ സ്വദേശി രജിത്തിന്റെ മൃതദേഹവുമായാണ് പ്രതിഷേധം. രജിത്തിന്റെ ഭാര്യ നേരത്തെ മരിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ പ്രതികളെ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ രക്ഷിക്കാനുള്ളൊരു ശ്രമം കിളിമാനൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത്.